മൂന്നാലത്തി ഫ്രഷപ്പായി സുന്ദര കുത്തപ്പനായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ഇർഫാദ് ഉണ്ട് കഴിക്കുന്നത്. എവിടെ പോയി ഇർഫാദൊക്കെ ഫസ്റ്റ് അങ്ങനെ പിള്ളേർക്ക് തേക്കാൻ തുടങ്ങി. ഞാനും നല്ല ദോശയും മുട്ടക്കറിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ഞാനും റിഷാദ് കൂടി അങ്ങനെ കഴിച്ചു. അത് കഴിഞ്ഞ് ജിപ്പ് ട്രക്കിംഗ് ആയിരുന്നു രാമക്കൽ വീട്ടിലേക്ക്. ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എന്റെ മുഖം കണ്ടാൽ മനസ്സിലാവും ഇത് അടിപൊളി ജീപ്പ് ട്രക്കിംഗ് ആയിരുന്നു. അവിടെ കയറിയപ്പോൾ ഭൂലോക കാറ്റ്. ഇവിടെ അങ്ങനെ ബെഡ് വിരിച്ച് കടന്നാലോ എന്ന് വരെ തോന്നി. ഈ ചേട്ടനാണ് ഞങ്ങൾക്ക് രാമക്കമ്മേട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് മൊത്തം അങ്ങനെ പറഞ്ഞത്. അവിടുത്തെ വ്യൂ അടിപൊളി. അവിടെ തന്നെ നല്ല ഉപ്പിലിട്ട മാങ്ങി സോഡയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. ഒരു സോഡ കുടിക്കാൻ വേണ്ടി പോയത്. അവിടെ ഇല്ല നമ്മുടെ പൂക്കിമോൻ ഇർഫാദൊക്കെ പിന്നെ എവിടെ ഞാനൊരു ലൈം സോഡ അങ്ങനെ വാങ്ങിച്ചങ്ങനെ കുടിച്ചു. അവിടെ നിന്നിട്ട് വേറൊരു എക്സ്പീരിയൻസ് ആട്ടെ. ഇത് പാറാൻ്റെ അടിയോട്ട് കട്ടുന്നു മിരുന്നും കമേന്നൊക്കെ വരാം. എല്ലാത്തൊരു എക്സ്പീരിയൻസ് ചാവാത്തത് വകെ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ചോറയ്ക്ക് നല്ല ചോറും സാമ്പാറും പൊരിച്ചു കോയൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് മൂന്നാറിലെ തണുപ്പത്ത് തുണിയെടുത്ത പോലെ എന്താ ഒരു ശാന്തത. അങ്ങനെ രാത്രിയായപ്പോൾ നേരെ നമ്മൾ ക്യാമ്പ് ഫയറിൽ പോയി. ക്യാമ്പ് ഫയറിൽ പിള്ളേരുടെ ഒന്നൊന്നര വൈബാണ്. കുളിന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കുളി. ഇതാണ് ഡയർ കുളിച്ചിന്. എല്ലാവരും കൂടി ഡയർ കളിച്ച് മൂപ്പര് കിട്ടിയ ഡയറോട് കുളിച്ചത് കാണിക്കുക. മൂപ്പര് സോപ്പും ഇല്ല ഒന്നുമില്ല. അങ്ങനെ വെള്ളം അങ്ങനെ കോരി കുളിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാനും ഇർഫാദക്കും റിഷാദക്കും കൂടി ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലോട്ട് പോയി കിടന്നുറങ്ങി. അപ്പോൾ ശരിയെന്നാ.